എന്തായാലും MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ആ ഒരു ചോദ്യം ആവർത്തിച്ചു ചോദിക്കുമ്പോൾ കൂടുതൽ ഒന്നും പറയാനില്ല, എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിലുണ്ട്, അതിൽ കൂടുതലായി ഇനി ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം മറ്റൊന്ന്, മണ്ഡലത്തിൽ തുടരുമോ ഇനി ഉണ്ടാകുമോ എന്ന നിലയിൽ ചോദ്യത്തിനൊക്കെ വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്ന് രാഹുൽ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ മറ്റൊന്ന്, പാർട്ടിയിൽ ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പാർട്ടി കൂടെ ഉണ്ട്, പാർട്ടി നേതാക്കളാരും തള്ളി പറഞ്ഞിട്ടില്ല. ഈ പാർട്ടിയുടെ നേതാക്കളൊക്കെ ആദ്യഘട്ടത്തിൽ ഈ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിലൊക്കെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അന്നൊക്കെ രാഹുൽ ഒരു പ്രതിരോധം തീർത്തിരുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നത് നേതാക്കൾക്ക് അത്തരത്തിലൊന്നുമില്ല, മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്, മാധ്യമങ്ങളാണ് വളച്ചൊടുക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള മറുപടിയായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള പാർട്ടി നടപടിയിൽ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു രാഹുലിനെ, അതിലെന്ത് തോന്നുന്നു, അത്തരമൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നു എന്ന ചോദ്യത്തിനൊന്നും രാഹുലിന് മറുപടിയില്ല. ആ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇനി മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ പറഞ്ഞത്. നമുക്കറിയാം, ഇതേ കുന്നത്തൂർമേട് ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പ്രധാനപ്പെട്ട വാർഡുകൾ, കണ്ണാടി, മാത്തൂര് ഒക്കെയുള്ള പ്രദേശങ്ങളിലായിരുന്നു രാഹുൽ വളരെ സജീവമായി UDF പ്രവർത്തകർക്ക് വേണ്ടി ഈ വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നിരുന്നത്, വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണം നടത്തിയിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പല നേതാക്കളും ഈ എതിർപ്പ് വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നതുമാണ്. എന്നാൽ അന്നൊക്കെ തനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം പ്രവർത്തകർക്ക് വേണ്ടി, UDF പ്രവർത്തകർക്ക് വേണ്ടി താൻ വോട്ട് ചോദിക്കും, തന്നെ MLA ആക്കിയ, തന്നെ പാർട്ടി പ്രവർത്തകനാക്കിയ പ്രവർത്തകർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി താൻ വോട്ട് ചോദിക്കും എന്ന് തന്നെയായിരുന്നു രാഹുലിന്റെ നിലപാട്. അതിനുശേഷം പിറ്റേ ദിവസവും ഈ കാല് കുത്തി വോട്ട് ചോദിക്കും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് രാഹുലിനെതിരെയുള്ള പരാതി അതിജീവിത നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് നൽകുന്നത്.